Acid, bases and salt. ക്ലാസ് 10 CBSEയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് ഈ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ പല കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് കണ്ടുവരാറുണ്ട്. ചില ടോപ്പിക്സ് ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ചില ടോപ്പിക്സിൽ ചെറുതായിട്ട് എന്താകാറുണ്ട്, കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ CBSE എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ NCERT എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്, ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്ലാസ് 10th ഇത് കാണുന്നത് അല്ലേ. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് അബൌട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ലോവർ ക്ലാസ്സസ് ഓൺവേർഡ്സ്. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് എന്ത്, അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഫൈനലി വി ഹാവ് ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന ആളുകളാണ് ടേമറിക്, അതുപോലെ തന്നെ ലിറ്റ്മസ്, ഹിബിസ്കസ് എന്ന് പറയുന്നത്. ടേമറിക് എന്താ, ടേമറിക്കിന്റെ കളറ് യെല്ലോ കളറാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ടേമറിക്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് കുറച്ച് ടേമറിക് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസ് ആണ് അല്ലേ. സോപ്പ് സൊല്യൂഷൻ നിങ്ങൾ ടേമറിക്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ടേമറിക്കിന്റെ യെല്ലോ കളർ റെഡ് കളറായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ടേമറിക്കിന്റെ യെല്ലോ എന്താകും, യെല്ലോ കളർ വിൽ ടേൺസ് ടു റെഡ് in the presence of what, base. ആരുടെ പ്രസൻസിലാ, ബേസിന്റെ പ്രസൻസിൽ യെല്ലോ റെഡ് ആകും. പക്ഷെ ആസിഡിന്റെ പ്രസൻസിലോ നോ കളർ ചേഞ്ച്. ആസിഡിന്റെ പ്രസൻസിൽ അവിടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ ഇത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്, നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ആണ് അല്ലേ. ലിറ്റ്മസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ ലൈക്കൻസിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ലിറ്റ്മസ് നമ്മൾ മോസ്റ്റ്ലി 2 കളറിലാണ് കാണുക അല്ലെ. ഒരു റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഇപ്പോൾ റെഡ് ആയാലും ബ്ലൂ ആയാലും നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി, ഒരു ആസിഡിന്റെ പ്രസൻസിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എപ്പോഴും റെഡ് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് ഒരു ആസിഡിൽ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് നിങ്ങൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് റെഡ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ആസിഡ് ആണെങ്കിൽ അത് റെഡ് ആണ്, വൈൽ ബേസ് ആണെങ്കിൽ എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും. ബേസ് ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും. ഇങ്ങനെ ഓർത്തിരിക്കാം, ബേസ് ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും. അതാണ് ലിറ്റ്മസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഹിബിസ്കസിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൈന റോസ്, അതായത് ചെമ്പരത്തി എടുത്തിട്ട് നന്നായിട്ട് വാട്ടറിൽ ബോയിൽ ചെയ്യുക. അപ്പോൾ ആ ചെമ്പരത്തിൻ്റെ ആ ഒരു കളർ ആ വാട്ടറിലേക്ക് ഇറങ്ങും അല്ലേ. അതൊരു പർപ്പിൾ കളറിലായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിലേക്ക് നിങ്ങൾ കുറച്ച് നാരങ്ങ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് ലൈം ജ്യൂസ് നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ പർപ്പിൾ കളർ നല്ല റെഡ് കളറായിട്ട് മാറുന്നത്. സോ നമ്മുടെ ലൈം ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ആസിഡ് ആണല്ലേ. അപ്പൊ ആസിഡിന്റെ പ്രസൻസിൽ ചൈന റോസിന്റെ കളർ എന്തായി, അതായത് അതിന്റെ എക്സ്ട്രാക്റ്റിന്റെ കളർ എന്തായി മാറി, റെഡ് ആയിട്ട് മാറി. പക്ഷെ ബേസിന്റെ പ്രസൻസിൽ അവിടെ ഒരു കളർ ചേഞ്ചും ഉണ്ടാകില്ല. അപ്പൊ ഇതാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 2 പേരാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒരാൾ മീഥൈൽ ഓറഞ്ചും, രണ്ടാമത്തെ ആൾ ആരാണ്, ഫിനോഫ്തെലീനുമാണ്. മീഥൈൽ ഓറഞ്ച് പേര് കേൾക്കുന്ന പോലെ തന്നെ അതിന്റെ കളർ എന്താണ്, ഓറഞ്ച് കളറാണ് മീഥൈൽ ഓറഞ്ചിന്റെ കളർ എന്ന് പറയുന്നത്, ഓറഞ്ച് കളർ. അപ്പോൾ മീഥൈൽ ഓറഞ്ചിൽ ഒരു ആസിഡാണ്, ഒരു ആസിഡിലേക്കാണ് നമ്മൾ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഓറഞ്ച് കളർ റെഡ് കളറായിട്ട് മാറുകയാണ് ചെയ്യുക. ഓറഞ്ച് കളർ റെഡ് കളറായിട്ട് മാറും. പക്ഷെ ഒരു ബേസിലേക്കാണ് നമ്മൾ ഈ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താകും, അതൊരു യെല്ലോ കളറായിട്ട് മാറും. എന്താകും, മീഥൈൽ ഓറഞ്ചിന്റെ കളർ എന്താകും, യെല്ലോ കളറാകും. ഇവിടെ ആൽക്കലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൽക്കലി എന്താണ്, ബേസ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ബേസിലാണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും, ആസിഡിലാണെങ്കിൽ റെഡ് കളർ ആയിരിക്കും മീഥൈൽ ഓറഞ്ചിന്റെ കേസ്. അടുത്തത് വരുന്നത് ഫിനോഫ്തെലീൻ ആണ്. ഫിനോഫ്തെലീനെ പറ്റി പറയുകയാണെങ്കിൽ ഫിനോഫ്തെലീൻ
ഒരു ആസിഡിലാണ് നമ്മൾ ഫിനോഫ്തലീൻ ഡ്രോപ്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് കളർലെസ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ നമ്മൾ ബേസിലാണ്, pH 10 എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, pH നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ബേസിലാണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് എ ബേസ് ആൻഡ് ദിസ് ഇസ് വാട്ട് ആസിഡിക് കേട്ടോ. ഇതൊരു ആസിഡിക് സൊല്യൂഷൻ ആണ്. അപ്പോൾ ബേസിലാണെങ്കിൽ ആ ഫിനോഫ്തലീൻ്റെ കളർ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ കളർ ചേഞ്ച് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. And finally we have what? Olfactory indicators. Olfactory indicators എന്ന് പറയുമ്പോൾ ഇവിടെ നാച്ചുറലും സിന്തറ്റിക്കും നോക്കിയപ്പോൾ കളർ ചേഞ്ച് ആണല്ലേ നമ്മൾ എടുത്തത്. പക്ഷെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുമ്പോൾ സ്മെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഓർഡറിൽ വരുന്ന ചേഞ്ച് ആണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് തരുന്നത്. ഇപ്പോൾ ആസിഡിൽ ഒരു ഓർഡർ ആയിരിക്കും, പക്ഷെ ബേസിൽ ആ സെയിം സബ്സ്റ്റൻസിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഓർഡർ ആയിരിക്കും. സോ സബ്സ്റ്റൻസസ് ഹൂസ് ഓർഡർ ചേഞ്ചസ് ഇൻ acidic or basic media are called what? Olfactory indicators. നമുക്ക് ഒനിയൻ, ക്ലവ്, വാനില എക്സ്ട്രാക്റ്റ് ഒക്കെ എന്ത് തന്നെയാണ്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അനിയൻ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഉള്ളി നിങ്ങൾ കിച്ചണിൽ എന്ത് ചെയ്യാണ്? അരിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ലൊന്നും അല്ല അല്ലേ ഒനിയൻ്റെത്. അപ്പോൾ ആ ഒരു സ്മെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? സോപ്പ് ഇട്ട് കൈ നന്നായിട്ട് കഴുകും, ആ സ്മെല്ല് പോകും. കാരണം എന്താ? സോപ്പ് ഒരു ബേസ് ആണ് അല്ലേ. ബേസിന്റെ പ്രസൻസിൽ ഒനിയൻ ഓർഡർലെസ് ആകും, ഒനിയൻ്റെ സ്മെല്ല് പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഏതൊരു ബേസിലും നമ്മൾ ഒനിയൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒനിയൻ്റെ സ്മെൽ അവിടെ ഉണ്ടാകുകയില്ല, ഇറ്റ് വിൽ ബിക്കം ഓർഡർലെസ്. പക്ഷേ ഒരു ആസിഡിലാണ് നമ്മൾ ഒനിയൻ ആഡ് ചെയ്യുന്നതെങ്കിൽ ദ സ്മെൽ ഓഫ് ഒനിയൻ വിൽ പെർസിസ്റ്റ് ദെയർ. ആ സ്മെല്ല് പോകത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പം അതാണ് ആസിഡിലും ബേസിലും ഈ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒനിയൻ മാത്രമല്ല, ക്ലവും വാനില എക്സ്ട്രാക്റ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അപ്പം ഇത്രയാണ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? ആസിഡും ബേസും എങ്ങനെയാണ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഹൗ ഡസ് ദേ റിയാക്ട് വിത്ത് എ മെറ്റൽ? അതിന് നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ആ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ആസിഡ് എടുക്കുക. ഇവിടെ എടുത്തിട്ടുള്ള ആസിഡ് ഏതാണ്? ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ്, അതായത് H2SO4 ആണല്ലേ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ സിങ്ക് ഗ്രാന്യൂൾസ് ആഡ് ചെയ്യാണ്. സോ സിങ്ക് ഇസ് എ മെറ്റൽ അല്ലേ, സിങ്ക് ഒരു മെറ്റൽ ആണ്. അപ്പൊ സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്താ? ബബിൾസ് ഫോം ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താണ്? വാട്ട് യു ഒബ്സർവ് ദെയർ? വെൻ യു ആഡഡ് സിങ്ക് ഗ്രാന്യൂൾസ് ടു ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് യു ക്യാൻ സീ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഇൻ ദിസ് സൊല്യൂഷൻ. ഇങ്ങനെ ഒരു ബബിൾസ് ഫോം ചെയ്താൽ അതൊരു ഗ്യാസ് ആണെന്ന് മനസ്സിലാകും, പക്ഷെ ഹൈഡ്രജൻ ആണെന്നൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല അല്ലെ. ജസ്റ്റ് ബൈ ഒബ്സർവേഷൻ വി കാൺട്ട് കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഇസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്യാസിനെ ഒരു ഡെലിവറി ട്യൂബിലൂടെ ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പാസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഈ എന്തിലേക്കാണ് പാസ് ചെയ്യിപ്പിക്കുക? നമ്മൾ സോപ്പ് സൊല്യൂഷനിലേക്കാണ്. സോ സോപ്പ് സൊല്യൂഷനിൽ നിന്ന് സോപ്പ് ബബിൾസ് അവിടെ ഫോം ചെയ്യും. അപ്പൊ ഈ ബബിൾസിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഗ്യാസ് ഈ ബബിൾസിന്റെ ഉള്ളിലുണ്ടല്ലേ. എന്നിട്ട് ഒരു കാൻഡിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കുക ആ ബബിളിനെ. അപ്പൊ അവിടെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കും. അങ്ങനെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ ഇസ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ മിസ് ഒന്ന് എഴുതി കാണിച്ചു തരാം ഫോർമുല. സിങ്ക് ആണല്ലേ നമ്മുടെ ഇവിടുത്തെ മെറ്റൽ. സിങ്ക് എന്ത് ചെയ്യുന്നു? സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്, H2SO4 റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് സൾഫേറ്റ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ഇവിടുത്തെ സോൾട്ട്. ഇത്രയും ഓർക്കുക, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പോലെ തന്നെയാണ് നടക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ്. കാരണം സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ. അതുകൊണ്ട് സിങ്ക് വിൽ ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ഫ്രം സൾഫ്യൂറിക് ആസിഡ് ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? സിങ്ക് സൾഫേറ്റ് പ്ലസ് വാട്ട്? പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഏതൊരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താലും ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസ് അവിടെ എന്തായാലും ഫോം ചെയ്യും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ആൻഡ് ഹൗ യു ക്യാൻ ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്? ബൈ പോപ്പ് ടെസ്റ്റ് അല്ലേ. പോപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിന്? ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട്? ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. മനസ്സിലായോ?
ക്ലിയർ ആയോ ഈ ഒരു ടോപ്പിക്? യെസ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ആ ബേസും റിയാക്ട് ചെയ്യുന്നത്. ഒരു ബേസ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതെന്താണ്? അതൊരു ബേസ് ആണ് അല്ലേ? ഇതിലേക്ക് നമ്മൾ ഇപ്പൊ സിങ്ക് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. സിങ്ക് മെറ്റൽ തന്നെ ഞാൻ ആഡ് ചെയ്യാണ്. നമുക്ക് എന്ത് കിട്ടും? Na2ZnO2 എന്ന് പറയുന്ന ഒരു സോൾട്ടും അതുപോലെ തന്നെ അവിടെ ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടുന്നത്. ദിസ് ഇസ് വാട്ട്? സോഡിയം സിങ്കേറ്റ്. ഇതിന്റെ പേരെന്താണ്? സോഡിയം സിങ്കേറ്റ്. സോഡിയം സിങ്കേറ്റ് ആണ്. അപ്പോൾ ആസിഡ് ആയാലും ബേസ് ആയാലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ അല്ലേ? പോപ്പ് ടെസ്റ്റ് മറക്കരുത് കേട്ടോ. പോപ്പ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഗ്യാസിനെ നമ്മൾ സോ ബബിളിലൂടെ പാസ് ചെയ്യുന്നു, കാൻഡിൽ യൂസ് ചെയ്ത് ലൈറ്റ് ചെയ്യുന്നു, അപ്പോൾ അവിടെ പോപ്പ് സൗണ്ട് കേൾക്കുന്നു. പോപ്പ് സൗണ്ട് കേട്ടാൽ ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്, അല്ലെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസ് അല്ല. അടുത്തത്, ഹൗ ഡു മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് റിയാക്ട്സ് വിത്ത് ആസിഡ്. നേരത്തെ നമ്മൾ പഠിച്ചത് മെറ്റൽ എങ്ങനെയാണ് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ മെറ്റൽ കാർബണേറ്റും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും എങ്ങനെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇവിടെ ബേസുമായിട്ടുള്ള റിയാക്ഷൻ പറയാത്തത്? കാരണം മെറ്റൽ കാർബണേറ്റ്സും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സും ബേസിക് ഇൻ നേച്ചർ ആണ്. ഒരു ബേസ് വേറൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നത്. സോ ഓർത്തിരിക്കുക, മെറ്റൽ കാർബണേറ്റ് ആയാലും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആയാലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്കൊരു സോൾട്ടും കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിരിക്കും ഫോം ചെയ്യുക. എന്താണ്? സോൾട്ടും കാർബൺ ഡയോക്സൈഡും വാട്ടറും, ബോത്ത് രണ്ടുപേരും അങ്ങനെയായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ്, മെറ്റൽ കാർബണേറ്റ് വന്നു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെടുക്കുന്നത്? ഒരു മെറ്റൽ കാർബണേറ്റ്, അതായത് സോഡിയം കാർബണേറ്റ് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സോഡിയം കാർബണേറ്റ്, വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് സോഡിയം കാർബണേറ്റ്? Na2CO3. എന്താണ്? Na2CO3 ആണ് സോഡിയം കാർബണേറ്റ്. ഇതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ട് കിട്ടും. അത് സോഡിയം ക്ലോറൈഡ് ആണ്, NaCl. ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പോലെയാണ് ഏകദേശം. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് അറിയില്ല എങ്കിലും സോഡിയം വന്ന് ഹൈഡ്രജൻ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അവിടെ അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. ആൻഡ് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ വാട്ടറും ഫോം ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ഇടാം, ഇവിടെ ഒരു 2 ഇടാം. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയില്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റീൻ്റെ കറസ്പോണ്ടിങ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും ബബിൾസ് ഉണ്ടല്ലേ? ബബിൾസ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു പേര് പറയും ഈ ഒബ്സർവേഷന്, ബ്രിസ്ക് ഇഫർവെസൻസ് എന്ന്. എന്താണ്? ബ്രിസ്ക് ഇഫർവെസൻസ് എന്ന് നമ്മൾ പറയും. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം കേട്ടോ ഈ ബ്രിസ്ക് ഇഫർവെസൻസ് എന്നൊരു വാക്ക്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ബ്രിസ്ക് ഇഫർവെസൻസ് ആണ് നിങ്ങളുടെ പ്രിലിമിനറി ഒബ്സർവേഷൻ എങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിരിക്കും. പക്ഷെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു ബ്രിസ്ക് ഇഫർവെസൻസ് വന്നാൽ മോസ്റ്റ്ലി അത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാണ് നമ്മൾ? അപ്പൊ ഇത് കാർബൺ ഡയോക്സൈഡ് ആണോ അത് ഏത് ഗ്യാസ് ആണ് നമുക്കൊന്ന് ഉറപ്പിക്കണം അല്ലേ? ഇപ്പൊ ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോപ്പ് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ പോപ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടേ കിട്ടുള്ളൂ. പോപ്പ് സൗണ്ട് നിങ്ങൾ കേൾക്കത്തില്ല. പകരം എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും അല്ലേ? ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റ് ആണ് ലൈം വാട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈം വാട്ടർ ടെസ്റ്റ് ആണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ മിസ് ഇവിടെ എഴുതാം ലൈം വാട്ടർ ടെസ്റ്റ്. അതായത് എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടായ ആ ഒരു കാർബൺ ഡയോക്സൈഡ്, അതായത് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായ ആ ഒരു ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണോ നമുക്ക് ഉറപ്പില്ല. എനിവേ ആ ഒരു ഗ്യാസിനെ നമ്മൾ ഡെലിവറി ട്യൂബിലൂടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യിപ്പിക്കണം. വാട്ട് ഇസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ? സ്ലീക്കഡ് ലൈം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ലൈം വാട്ടർ എന്ന് അതിനെ വിളിക്കാം. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് വാട്ട്? CaOH ട്വൈസ്. എന്താണ്? CaOH
OH ട്വൈസ്. അപ്പോൾ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കണം, ഈ സ്ലേക്കഡ് ലൈം ഇങ്ങനെ മിൽക്കി ആയിട്ടല്ല കേട്ടോ ഇരിക്കുക. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ അതിലേക്ക് ഈ കാർബൺ ഡയോക്സൈഡ് പാസ്സായി കഴിയുമ്പോഴാണ് ഈ ഒരു മിൽക്കിനെസ്, ആ ഒരു കട്ടിയിൽ ഒരു മിൽക്ക് പോലെ ഈ ഒരു സൊല്യൂഷൻ ആകുന്നത്. എപ്പോഴാണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് നമ്മൾ ഈ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ. അങ്ങനെ പാസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ കാൽഷ്യം കാർബണേറ്റും അതുപോലെ തന്നെ വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, ഇത് എന്താണ്? സോളിഡ് ആണ്, ഇൻസോല്യൂബിൾ ആണ്. ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ് കേട്ടോ, ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു മിൽക്കിനെസ് അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെ അവിടെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആര് ഫോം ചെയ്തത് കൊണ്ട്? നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് അവിടെ ഫോം ചെയ്തത് കൊണ്ടാണ് ആ ഒരു മിൽക്കിനെസ് അവിടെ വന്നത്. അത് തന്നെയാണ് എന്ത്? കാർബൺ ഡയോക്സൈഡിന്റെ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വിൽ ടേൺസ് ദ ലൈം വാട്ടർ മിൽക്കി. എന്താണ് ഇവിടുത്തെ പോയിന്റ്? CO2 turns lime water മിൽക്കി. ലൈം വാട്ടറിനെ എന്താക്കും? മിൽക്കി ആക്കും എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, കാരണം അത് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ്, കാൽഷ്യം കാർബണേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ സെയിം റിയാക്ഷൻ തന്നെയാണ് നിങ്ങൾ വൈറ്റ് വാഷിംഗ് ഓഫ് വാൾസിലും കാണുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി കാൽഷ്യം കാർബണേറ്റും വാട്ടറും ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ പിന്നെയും നിങ്ങൾ ഇവിടുന്ന് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യാണ്, എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? പിന്നെ കാർബൺ ഡയോക്സൈഡ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? ഈ കാൽഷ്യം കാർബണേറ്റും അതുപോലെ തന്നെ വാട്ടറുമായിട്ടാണല്ലേ റിയാക്ട് ചെയ്യുന്നത്. അതായത് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് ഇതിലേക്കാണ് പിന്നെ നമ്മൾ പാസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പോകുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അവിടെ ഫോം ചെയ്യും. എന്താണ്? കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, CaHCO3 ട്വൈസ് കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യും. ആൻഡ് ഈ ആള് സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്, സോല്യൂബിൾ ഇൻ വാട്ടർ ആണ് കേട്ടോ. ഇയാൾ എന്ത് ചെയ്യും? വാട്ടറിൽ സോല്യൂബിൾ ആകും എന്നുള്ളൊരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ഉണ്ടായിരുന്ന ഈ മിൽക്കിനെസ് ഡിസപ്പിയർ ആകും. എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? മിൽക്കിനെസ് ഡിസപ്പിയേഴ്സ്. ഓക്കെ, ആ ഒരു ടെർബിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു മിൽക്കിനെസ് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. കാരണം എന്താ മക്കളെ? സോല്യൂബിൾ, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അവിടെ ഫോം ചെയ്തിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് അപ്പോൾ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ഇപ്പം NaHCO3 ആണെങ്കിലും ഇപ്പം NaHCO3 ആണ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിലും അവിടെയും എന്ത് തന്നെയായിരിക്കും? NaCl-ഉം അതുപോലെ തന്നെ CO2-ഉം അതുപോലെ തന്നെ H2O-യും തന്നെയായിരിക്കും കേട്ടോ ഫോം ചെയ്യുക. അതിൽ മാറ്റമില്ല. പിന്നെ ബാലൻസിങ്ങിൽ മാത്രം ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അടുത്തത് റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡ്സ്. ഒരു മെറ്റലിന്റെ ഓക്സൈഡ്സ്, ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, സോഡിയം ഓക്സൈഡ് ഉണ്ട്, പൊട്ടാഷ്യം ഓക്സൈഡ് ഉണ്ട്, കോപ്പർ ഓക്സൈഡ് ഉണ്ട്. അവരൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത്. കോപ്പർ ഓക്സൈഡിന്റെ കളർ എന്താ മക്കളെ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താ കളറ്? ബ്ലാക്ക് കളർ ആണല്ലേ. ബ്ലാക്ക് കളറുള്ള കോപ്പർ ഓക്സൈഡിനെ നമ്മൾ ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് HCl. ഇവിടുത്തെ ആസിഡ് ആരാണ്? HCl ആണ്. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് CuCl2, ദാറ്റ് ഈസ് കോപ്പർ ക്ലോറൈഡ്. CuCl2 നിങ്ങൾക്ക് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടിന്റെ കളറ് ഗ്രീനിഷ് ബ്ലൂ ആണ്, ഒരു ഗ്രീനിഷ് ബ്ലൂ കളറാണ്. ഇവിടുത്തെ കളർ ചേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ബ്ലാക്ക് കളർ എന്തായിട്ട് മാറുകയാണ്? ഗ്രീനിഷ് ബ്ലൂ ആയിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ വാട്ടറും അവിടെ ഫോം ചെയ്യും. മക്കളെ ഇവിടെ ഒരു കാര്യം ഓർക്കുക, മെറ്റാലിക് ഓക്സൈഡ്സ് എപ്പോഴും ആസിഡുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ടും വാട്ടറും ഫോം ചെയ്യാണ്. അതായത് ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോഴാണ് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുക. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കും. അപ്പോൾ എന്താണ്? ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത്? അവിടെ സോൾട്ടും വാട്ടറും
ഫോം ചെയ്യുക. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇവിടുത്തെ ആസിഡ് HCl ആണെങ്കിൽ ബേസ് ആരാണ്? കോപ്പർ ഓക്സൈഡ് ആണ്. വാട്ട് ഇറ്റ് മീൻസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ നിന്ന് നിങ്ങൾ എത്തേണ്ട കൺക്ലൂഷൻ ഇതാണ്: മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റാലിക് ഓക്സൈഡ്സിന്റെ നേച്ചർ എന്താണ്? ബേസിക് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ എത്തണം. അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിലെ ഈ കളർ ചേഞ്ച്, ബ്ലാക്ക് കളറിലുള്ള കോപ്പർ ഓക്സൈഡ് ഗ്രീനിഷ് ബ്ലൂ ആയി എന്നുള്ളൊരു പോയിന്റും കൂടെ ഓർത്ത് ഇരിക്കണം. ഓക്കെ, അടുത്തത് റിയാക്ഷൻ ഓഫ് എ നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. അപ്പോൾ ഒരു നോൺ മെറ്റലിന്റെ ഓക്സൈഡ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ നമ്മൾ എഴുതിയ അതേ റിയാക്ഷൻ CaOH2 + CO2 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു സോൾട്ടും വാട്ടറും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? സോൾട്ടും വാട്ടറും കിട്ടും. അതെന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇതും ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മെറ്റാലിക് ഓക്സൈഡ് ആരാണ്? കാർബൺ ഡയോക്സൈഡ്. നോൺ മെറ്റാലിക് ഓക്സൈഡ് അല്ലേ? നോൺ മെറ്റാലിക് ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. അതൊരു ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇയാൾക്ക് എന്താണ്? ഒരു അസിഡിക് നേച്ചർ ആണ് ഉള്ളത്. സോ ദ കൺക്ലൂഷൻ ഇസ് ദാറ്റ് non-metallic oxides are acidic in nature. Non-metallic oxides are acidic in nature. Okay, അപ്പോൾ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? non-metallic oxides are acidic in nature and metallic oxides are what? Basic in nature. Okay, yes. അടുത്തത്, what do all acids and all bases have in common? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ 2 ആസിഡ് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കിച്ചണിൽ കയറിയിട്ട് വിനേഗറും ലൈമും ലെമണും ഒന്ന് ടേസ്റ്റ് ചെയ്യുക. വിനേഗർ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സവർ ടേസ്റ്റ് ആണ്, ലെമണിനും എന്ത് തന്നെയാണ്? ഒരു സവർ ടേസ്റ്റ് ആണ്. 2 പേരിലും ഉള്ളത് എന്താ? വിനേഗറിൽ അസറ്റിക് ആസിഡും ലെമണിൽ സിട്രിക് ആസിഡുമാണ്. 2 പേരിലും ഉള്ളത് ആസിഡാണ്. സോ ആസിഡ്സിനൊക്കെ കോമൺ ആയിട്ട് എന്തുണ്ട്? പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടീസ് കോമൺ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സിമിലർ പ്രോപ്പർട്ടീസ്? സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. നമ്മൾ പറഞ്ഞു ആസിഡ്സ് എല്ലാം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സ് മെറ്റൽ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവർ കെമിക്കലി ഒരേപോലെ ബിഹേവ് ചെയ്യാനുള്ള റീസൺ, ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സീംസ് ടു ബി കോമൺ ഇൻ ഓൾ ആസിഡ്സ്. എല്ലാ ആസിഡ്സിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, അപ്പോൾ ഹൈഡ്രജൻ ഉള്ള എല്ലാ കോമ്പൗണ്ട്സും അസിഡിക് ആണോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ആസിഡ്സിലെല്ലാം കോമൺ ആയിട്ട് ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഹൈഡ്രജൻ ഉള്ള എല്ലാ കോമ്പൗണ്ട്സും അസിഡിക് ആണോ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എന്നാൽ അത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. എന്ത് ചെയ്യുക? കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക ഇങ്ങനെ ഒരു ബേക്കറിൽ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക, ഒരു ബൾബൊക്കെ ഉള്ള. എന്നിട്ട് നിങ്ങൾ ഈ ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താണ്? ഇതിൻ്റെ അകത്ത് HCl ആണല്ലേ ഉള്ളത്. അപ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും, ബൾബ് അവിടെ ഗ്ലോ ചെയ്യും. എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ. പക്ഷെ അതിന് പകരം ഞാൻ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. C6H12O6. ഇതിലും ഹൈഡ്രജൻ ഉണ്ടല്ലോ അല്ലേ? പക്ഷേ ഈ ഗ്ലൂക്കോസ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നതെങ്കിൽ ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. ബൾബ് എന്ത് ചെയ്യില്ല? കത്തത്തില്ല. ബൾബ് വിൽ നോട്ട് ഗ്ലോ. അപ്പൊ എന്താ മക്കളെ, ഇയാളും അതുപോലെ തന്നെ HCl തമ്മിലുള്ള ഡിഫറൻസ്? HCl ആണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യും, മറ്റേതാണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ എടുക്കുക ഡൈല്യൂട്ട് HCl ആണ്. ഡൈല്യൂട്ട് HClന്റെ പ്രത്യേകത, അതിന് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് H+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് അതിവിടെ നിൽക്കുന്നത്. മീൻസ് ഇൻ ഡൈല്യൂട്ട് HCl ആണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ അയോൺസും ക്ലോറൈഡ് അയോൺസും ആ സൊല്യൂഷനിലുണ്ട്. അയോൺസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ? ചാർജ് കാരിയേഴ്സ് ആണ്, അവരെന്ത് ചെയ്യും?
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് HCl അവിടെ കണ്ടക്ഷൻ നടത്തിയതും ബൾബ് ഗ്ലോ ചെയ്തതും. പക്ഷെ നമ്മുടെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യില്ല. ഗ്ലൂക്കോസ് ഇങ്ങനെ തന്നെ C6H12O6 ആയിട്ട് തന്നെയാണ് ഈ സൊല്യൂഷനിൽ നിൽക്കുക. അവർ ഡിസോസിയേറ്റ് ചെയ്ത അയോൺസിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അയോൺസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ബൾബ് ഗ്ലോ ചെയ്യത്തുമില്ല. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു ആസിഡ് അതിൻ്റെ അസിഡിക് ബിഹേവിയർ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദേ നീഡ് ടു ഗെറ്റ് ഡിസോസിയേറ്റഡ് അല്ലേ? അവർ അയണൈസ്ഡ് ആയിട്ട് ഹൈഡ്രജൻ അയോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ മാത്രമേ അവർക്ക് ആ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മിസ് എടുത്തു പറഞ്ഞു, നമ്മളിവിടെ ഡൈല്യൂട്ട് HCl ആണ് എടുത്തത്. ഡൈല്യൂട്ട് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? HClന്റെ കൂടെ ആരുണ്ട്? വാട്ടർ ഉണ്ട്. HCl അക്വസ് ആണ്. അപ്പോൾ HCl ഡ്രൈ ആണെങ്കിൽ അത് അസിഡിക് പ്രോപ്പർട്ടി കാണിക്കില്ലേ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വന്നോ ഇപ്പോൾ? യെസ്, അതിനുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ആൻ ആസിഡ് ഓർ എ ബേസ് ഇൻ വാട്ടർ സൊല്യൂഷൻ? ഇൻ വാട്ടർ സൊല്യൂഷൻ, അതായത് ഡു ആസിഡ്സ് പ്രൊഡ്യൂസ് ഓൺലി അയോൺസ് ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻ? അക്വസ് സൊല്യൂഷനിൽ മാത്രമാണോ ഈ ആസിഡ്സ്, അതായത് HCl ഒരു വാട്ടറിന്റെ പ്രസൻസിൽ മാത്രമാണോ H+ ആൻഡ് H+ ആൻഡ് Cl- ആയിട്ട് മാറുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒരു ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഡിയം ക്ലോറൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്തിനാ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇവിടെ ചെയ്യുന്നേ? സോഡിയം ക്ലോറൈഡിനെ ഇതൊരു സോൾട്ട് ആണ് അല്ലേ? ഈ സോൾട്ടിനെ നമ്മൾ എന്തിനാ ഒരു ആസിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. നമുക്ക് എന്ത് ഇവിടെ കിട്ടണം? ഡ്രൈ ആയിട്ടുള്ള HCl കിട്ടണം. ഡ്രൈ HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പോലും എന്തുണ്ടാകാൻ പാടില്ല? വാട്ടർ കണ്ടന്റ് അതിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനത്തെ ഡ്രൈ HCl കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത്. അപ്പൊ സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ ഇവിടെ ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. സോഡിയവും ഹൈഡ്രജനും ഡിസ്പ്ലേസ്ഡ് ആകും, അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ Clന്റെ കൂടെ പോകും, സോഡിയം സൾഫേറ്റിന്റെ കൂടെ പോകും. അങ്ങനെ നമുക്ക് സോഡിയം സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇവിടെ കിട്ടും. നിങ്ങൾ ഓർക്കേണ്ടത്, ഈ HCl ഒരു ഗ്യാസ് ആണ്. എന്താണ്? ഒരു ഡ്രൈ HCl ഗ്യാസ് ആണ് നമുക്കിവിടെ കിട്ടുക. ഡ്രൈ HCl ഗ്യാസ് ആണ് നമുക്കിവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നിട്ട് അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്താണ്? ഒരു ഗ്യാസ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ആകുന്നുണ്ടാകും. ആ ഗ്യാസ് ഏതാണ്? ഡ്രൈ HCl ഗ്യാസ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഡ്രൈ HCl ഗ്യാസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രൈ HCl ഗ്യാസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലിറ്റ്മസ് പേപ്പർ എടുക്കുക. 2 ലിറ്റ്മസ് പേപ്പർ വെച്ച് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കമ്പയർ ചെയ്യാണ്, വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണോ അസിഡിക് ബിഹേവിയർ കാണിക്കുക, വാട്ടർ ഇല്ലാത്ത പക്ഷവും അസിഡിക് ബിഹേവിയർ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ 2 HCl ഗ്യാസ് എടുക്കണം. ഒന്ന് ഡ്രൈ HCl ഗ്യാസും രണ്ടാമത്തത് HCl സൊല്യൂഷനും. അതായത് HClന്റെ കൂടെ ആരുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ? അപ്പൊ രണ്ടും നമുക്ക് ട്രൈ ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെയും ഇത് ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 2 ലിറ്റ്മസ് പേപ്പർ എടുക്കുക. ഒന്ന് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ എടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത് ഏത് കളറാ? ബ്ലൂ എടുക്കുക അല്ലെ? ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്? ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ഇതിൽ നിന്ന് ഒരു ഗ്യാസ് ഡ്രൈ HCl പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. HCl വാട്ടർ ഇല്ല. അപ്പൊ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ലിറ്റ്മസ് പേപ്പറും കൂടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയും വാട്ടർ ഇല്ല. അപ്പൊ ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലൂ കളർ അങ്ങനെ തന്നെ നിൽക്കും. അവിടെ ബ്ലൂ കളർ എന്താക്കില്ല? റെഡ് ആക്കില്ല. നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു അസിഡിക് മീഡിയത്തില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായി മാറുമെന്നാ പഠിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ഡ്രൈ HCl കാണിച്ചപ്പോൾ അവിടെ കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്തില്ല. പക്ഷെ അതിന് പകരം നമ്മളൊരു മോയിസ്റ്റ് ലിറ്റ്മസ് പേപ്പർ ആണ്, മോയിസ്റ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് കൊണ്ടുവന്ന് ഈ ഡ്രൈ HCl കാണിച്ചതെങ്കിൽ അവിടെ ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ടുണ്ടാകും? റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ടാകും. അതായത് ഡ്രൈ ലിറ്റ്മസ് പേപ്പറിൽ നോ കളർ ചേഞ്ച്
ബട്ട് വെറ്റിൽ എന്തുണ്ട്? കളർ ചേഞ്ച് ഉണ്ട്. എന്ത്? ബ്ലൂ ടു റെഡ്. കാരണം എന്താ മക്കളെ? അവിടെ വാട്ടർ വന്നു കഴിഞ്ഞപ്പോൾ HCl എന്തായി? അതിൻ്റെ അസിഡിക് ബിഹേവിയർ കാണിച്ചു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എല്ലാ ആസിഡ്സും ഒരു അക്വ സൊല്യൂഷൻ, അതായത് വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രമാണ് അതിൻ്റെ അസിഡിക് ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാ, വാട്ടറിൻ്റെ പ്രസൻസിൽ HCl എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, HCl അപ്പോൾ ഇവിടെ നോക്കിക്കോ, HCl എന്താകും? വാട്ടറിൻ്റെ പ്രസൻസിൽ H+ഉം അതുപോലെ തന്നെ Cl- മാറുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു ഡിസോസിയേഷൻ നടക്കും. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ H+ എന്ന് പറയുന്നത്, ഇത് ഹൈഡ്രജൻ അയോൺസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ H+ അയോൺസ് പെട്ടെന്ന് ഈ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യും? H+ വേഗം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ H3O+ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ ഹൈഡ്രോണിയം അയോൺസ് എന്നാണ് പറയുന്നത്, ഹൈഡ്രോണിയം അയോൺ. അതുകൊണ്ടാണ് നമ്മൾ H+ന് പകരം ഇവിടെ എന്ത് എഴുതിയത്? H3O+ എഴുതിയത്. കാരണം H+ സ്റ്റേബിൾ അല്ല. ഉടനെ തന്നെ H+ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് H3O+ അവിടെ ഫോം ചെയ്യും. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, HCl + H2O will give you what? H3O++ Cl-. സോ നമ്മൾ എപ്പോഴും ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ H+ അക്വസ് എന്ന് പറഞ്ഞ് എഴുതണം, അല്ലെങ്കിൽ H3O+ എന്ന് പറഞ്ഞ് എഴുതണം. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ജസ്റ്റ് H+ എന്ന് എഴുതരുത്, അത് തെറ്റാണ്. ഒന്നെങ്കിൽ H+ അക്വസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ H3O+ എന്ന് എഴുതുക. ഓക്കെ, അപ്പം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ ഹൈഡ്രജൻ അയോൺസ് ഫോം ചെയ്യുള്ളൂ. പിന്നെ കുട്ടികൾ എപ്പോഴും മിസ്സാകുന്ന ഒരു പോയിന്റ് ആണ്, ഇവിടെ നമ്മൾ ഒരു ഗ്വാഡ് ട്യൂബ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡ്രൈയിങ് ഏജന്റ് ആണ്. CaCl2 എന്ന് പറയുന്നത് നല്ലൊരു ഡ്രൈയിങ് ഏജന്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമിഡ് ആണ്, അതായത് മോയ്സ്ചർ ഭയങ്കര കൂടുതലുള്ള ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ there is chance for what? This hydrochloric acid to get wet. അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മോയ്സ്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര നല്ല ഡ്രൈ ആയിട്ടുള്ള HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഗോഡ് ട്യൂബ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാൽഷ്യം ക്ലോറൈഡ് എന്ത് ചെയ്തോളും? ഇറ്റ് വിൽ ഡ്രൈ അല്ലേ? കാരണം അതെന്താണ്? ഒരു നല്ലൊരു ഡ്രൈയിങ് ഏജന്റ് ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ മക്കളെ, നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മിസ്സിന് പുതിയൊരു ബാച്ച്, നമ്മുടെ 95+ CBSE പവർ ബാച്ച് എജുപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ പുതിയ ബാച്ചിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് August 1 അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ആൻഡ് ഇതിൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? എല്ലാ ടോപ്പിക്സിൻ്റെയും CBSE എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, നമ്മൾ ജസ്റ്റ് സിലബസ് പഠിച്ചു പോയാൽ പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിന് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ? അപ്പൊ ആ രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂം ലൈവ് സെഷൻസും ഉണ്ടാകും. നിങ്ങളുടെ ഡൗട്ടുകളെ ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ ലൈവ് സെഷൻസും നടത്താറുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടും. നമുക്ക് ക്ലാസ് 10th ബോർഡ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ കോൺസെപ്റ്റിൽ നിന്നും ചെയ്യാന്നുള്ളതാണ് അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ എക്സാം ടൈമിൽ. അപ്പൊ അതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് മാത്രമല്ലാതെ നിങ്ങൾക്ക് 10 more ഫീച്ചേഴ്സ് എക്സ്ട്രാ അൺലോക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സിൽ നമ്മൾ മാത്സ് ബേസിക്സും ഇംഗ്ലീഷ് ബേസിക്സും ഹിന്ദി ബേസിക്സും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10th കുട്ടികൾക്ക് മാർക്ക് പോകുന്ന ഒരു മെയിൻ സബ്ജക്റ്റ് മാത്സ് ആണ് പല കുട്ടികൾക്കും. അപ്പം മാത്സ് എന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, ദ മെയിൻ റീസൺ ഇസ് ആ ഒരു ബ്രിഡ്ജ് ആണല്ലോ, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് പലർക്കും ബേസിക്സ് അറിയില്ല മാത്സിൻ്റെ. ഇപ്പം ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 6ലും 7ലും 8ലൊക്കെ നന്നായിട്ട് ഉഴപ്പി നടന്ന ഒരു കുട്ടി 10ലേക്ക് വന്നു കഴിയുമ്പോൾ ബേസിക്സ് അറിയാത്തത് കൊണ്ട് ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ബേസിക്സ് എന്ത് ചെയ്ത് കൊടുക്കുക, അങ്ങ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ
വളരെ എളുപ്പത്തിൽ ഈ വർഷത്തെ മാത്സ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്സ് മാത്രമല്ല, ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി, ഈ 3 സബ്ജക്ട്സിൻ്റെയും ബേസിക്സ് നമ്മൾ ഈ ഒരു കോഴ്സിനോടൊപ്പം എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടൈം കളയാതെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 500 സ്റ്റുഡൻസിന് നമ്മൾ 8999 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് ഈ കോഴ്സ് കൊടുക്കുന്നത്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കളയാതെ തന്നെ ഒന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിലെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ചാനലുണ്ട്, വാട്സപ്പ് ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്തെടുക്കുന്ന ക്ലാസ്സുകളുടെ PPT, അല്ലാതെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, മറ്റ് പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, കമ്മ്യൂണിറ്റി ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 10th റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു അപ്ഡേഷനും, ബോർഡ് ലെവൽ, എക്സാം ലെവൽ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ എ ബേസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എന്താണ് ഒരു ബേസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക? ഇപ്പൊ ആസിഡ് ആണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അവിടെ H3O+ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ H+ അക്വസ് പ്രൊഡ്യൂസ് ചെയ്യും. ബേസ് ആണെങ്കിലോ, ബേസ് ആണെങ്കിൽ അവിടെ OH- ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. OH- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺ ആയിരിക്കും. ആസിഡിൽ H+ഉം ബേസിൽ OH- പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ NaOH ആയാലും KOH ആയാലും MgOH ആണെങ്കിലും എന്താണ്, OH- ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബേസസിൽ കോമൺ ആയിട്ടുള്ളത് OH- ആണ്, ആസിഡ്സിൽ കോമൺ ആയിട്ടുള്ളത് H+ അയോൺസ് ആണ്. ഓക്കെ, ഇവരിൽ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് എന്താ അപ്പൊ മക്കളെ? അയോൺസ് അല്ലേ. രണ്ടുപേർക്കും അയോൺസ് ഉണ്ട്. രണ്ടുപേരും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. അപ്പൊ അതാണ് ആസിഡിലും ബേസിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ബേസസ് എന്ത് ചെയ്യുന്നു? ദേ വിൽ ജനറേറ്റ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ വാട്ടർ. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എല്ലാ ബേസസും വാട്ടറിൽ സോല്യൂബിൾ അല്ല. ഓൾ ബേസസ് ആർ നോട്ട് സോല്യൂബിൾ ഇൻ വാട്ടർ, ബട്ട് those bases which are soluble in water are known as what? വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ബേസിനെയാണ് നമ്മൾ വിളിക്കുക എന്ത്? ആൽക്കലി. അപ്പൊ ഇനി ആൽക്കലിയും ബേസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാകാതെ പോകരുത്. രണ്ടും സെയിം അല്ല. എല്ലാ ആൽക്കലിയും ബേസ് ആണ്, പക്ഷെ എല്ലാ ബേസും എന്തല്ല, ആൽക്കലി അല്ല. ഓൺലി ദോസ് ബേസസ് വിച്ച് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ, അല്ലെങ്കിൽ വിച്ച് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ, അവരെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയും. ഇവിടെ NaOH, KOH ഒക്കെ എന്താണ്, ആൽക്കലി ആണ്. കാരണം അവരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൺലി ദോസ് ബേസസ് വിച്ച് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ ആർ നോൺ ആസ് വാട്ട്? ആൽക്കലി. ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കാം. So all acids generate H+ and all bases generate OH- ions. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒന്ന് ഇവിടെ പഠിക്കാം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ അല്ലേ, അതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആസിഡ്സും H+ പ്രൊഡ്യൂസ് ചെയ്യും, എല്ലാ ബേസസും OH- പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ആസിഡ്സിലും H+ ഉണ്ട്, എല്ലാ ബേസസിലും OH- ഉണ്ട്. സോ ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ H+ഉം OH- കൂടെ വാട്ടർ ഫോം ചെയ്യും. പിന്നെ ബാക്കി രണ്ടുപേരല്ലേ, ഇവിടുത്തെ ആനയോണും ഇവിടുത്തെ കാറ്റയോണും കൂടെ എന്ത് ഫോം ചെയ്യും? ഒരു സോൾട്ടും ഫോം ചെയ്യും. ആൻഡ് ദിസ് ഈസ് ഹൗ യു ഗെറ്റ് ദ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇപ്പൊ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മിക്സിങ് ആൻ ആസിഡ് ഓർ എ ബേസ് വിത്ത് വാട്ടർ. അപ്പം നമ്മളിപ്പോൾ കുറേ പ്രാവശ്യമായി പറയുന്നു, ആസിഡും ബേസും വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അവരവരുടെ ആസിഡിക് ബിഹേവിയർ അല്ലെങ്കിൽ ബേസിക് ബിഹേവിയർ കാണിക്കുന്നത്, അവരവരുടെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ആസിഡിനെയോ ബേസിനെയോ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നത്? അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു ആസിഡോ അല്ലെങ്കിൽ ബേസോ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എന്താ മക്കളെ എക്സോതെർമിക് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a lot of heat energy is generated. എക്സോതെർമിക് റിയാക്ഷൻസിൽ എന്താണ്, ഒരുപാട് ഹീറ്റ് എനർജി അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആസിഡോ ബേസോ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യരുത്. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈലി എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ഈ ആസിഡ് സ്പ്ലാഷ് ഔട്ട് വയ്ക്കുകയും അവിടെ ബേൺസ് കോസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ യു ഷുഡ് നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്, ബട്ട് യു ക്യാൻ ആഡ് ആസിഡ് ടു വാട്ടർ. ആസിഡിനെ നിങ്ങൾക്ക് വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആസിഡ് ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു മിക്സ് ആൻ ആസിഡ് വിത്ത് വാട്ടർ. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു വിഗറസ് റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? കാരണം നിങ്ങൾ ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എക്സോതെർമിക് തന്നെയാണ് റിയാക്ഷൻ. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എനർജി ഈ വാട്ടർ എന്ത് ചെയ്തോളും, അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പം നിങ്ങൾ കുറച്ച് ആസിഡേ ആഡ് ചെയ്യുന്നുള്ളൂ വാട്ടറിലേക്ക് അല്ലേ, അതും ഡ്രോപ്പ് ആയിട്ടാണ് ആഡ് ചെയ്യുക മോസ്റ്റ്ലി. അപ്പോൾ എന്താണ്, വളരെ സ്ലോ ആയിട്ടായിരിക്കും റിയാക്ഷൻസ് നടക്കുന്നത്, അതായത് അവർ മിക്സ് ആകുന്നത്. അപ്പോൾ അവിടെ വിഗറസ് ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സോ ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് മിക്സിംഗ് ആൻ ആസിഡ് വിത്ത് വാട്ടർ ഇസ് എ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ആസിഡ് is added to water drop by constant stirring instead of adding water to acid, as it causes what, severe burns and other problems. Okay, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് ഡൈല്യൂഷൻ. അപ്പോൾ ഈ മിക്സിംഗ് അല്ലേ, ഒരു ആസിഡിനെ വാട്ടറിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യും തോറും അതിലെ H+ അയോൺസ് അല്ലെങ്കിൽ H3O+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്നല്ല പറയുക, എന്താ പറയുക, ഡൈല്യൂട്ടഡ് ആസിഡ് എന്നാ. കാരണം വാട്ടർ ആഡ് ചെയ്യും തോറും ആസിഡിലെ H3O+ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, അതിന്റെ സ്ട്രെങ്ത് കുറയും. അതുപോലെ തന്നെ അതിപ്പോൾ ബേസ് ആണെങ്കിൽ എന്താണ്, OH- അയോണിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഓർക്കുക, വൈൽ മിക്സിംഗ് ആൻ ആസിഡ് ഓർ എ ബേസ് വിത്ത് വാട്ടർ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH- അയോൺസ് ഡിക്രീസസ് റെസ്പെക്റ്റീവ്ലി. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ആസിഡിലോ ബേസിലോ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് കോൺസെൻട്രേറ്റഡ് ആകും, കുറച്ചുകൂടെ സേഫർ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ലാബിൽ കയറും അല്ലേ, അപ്പോൾ മോസ്റ്റ്ലി ലാബിൽ നിങ്ങൾ കാണുക ഡൈല്യൂട്ട് ആസിഡുകളായിരിക്കും റാദർ ദാൻ കോൺസെൻട്രേറ്റഡ് ആസിഡ്. ബിക്കോസ് അതിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കുറച്ചും കൂടെ സേഫറാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് pH ആണ്. അതായത് ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആസിഡിനെയോ ബേസിനെയോ നമുക്ക് ജസ്റ്റ് തിരിച്ചറിയാം. ഇപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇപ്പം നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ കിച്ചണിൽ ആസിഡ്സ് ഉണ്ട്, സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ് ഒക്കെ, അത് നമുക്ക് ഈവൻ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ, ഇറ്റ് വിൽ ബേൺസ് അല്ലേ. അപ്പോൾ എന്താണ്, അത് സ്ട്രോങ് ആണ്, പക്ഷെ കിച്ചണിലുള്ള ആസിഡ്സ് വീക്ക് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ pH യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിനെ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് മേക്ക് ഇറ്റ് അനലോഗസ് ടു തെർമോമീറ്റർ. ഓക്കെ, ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെർമോമീറ്റർ പോലെയാണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമ്മൾ pH മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തെർമോമീറ്ററിൽ എന്താണ്, ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെ, ഡിഗ്രി സെൽഷ്യസിൽ ആ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചുകളാണ് നമ്മൾ നോട്ട് ചെയ്യുക. പക്ഷേ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ കളർ ചേഞ്ച് ആണ് നോട്ട് ചെയ്യുന്നത്. ആക്ച്വലി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഒരു മിക്സ്ചർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി അപ്പോൾ pH സ്കെയിൽ എന്താ സംഭവം? അപ്പോൾ എന്താ pH സ്കെയിൽ? അതായത് തെർമോമീറ്ററിൽ നിങ്ങൾ റീഡിങ്സ് കണ്ടിട്ടില്ലേ, 0 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി സെൽഷ്യസ് എന്ന്. ആ റീഡിങ്സ് പോലെയാണ് ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിലെ pH സ്കെയിൽ എന്ന് പറയുന്നത്. അതെന്താണ്, റീഡിംഗ് ആണ്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ 0 to 14 വരെയുള്ള ഒരു സ്കെയിലാണ്, pH സ്കെയിലാണ് നമ്മൾ കാണുന്നത്.
ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ 0 to 14 ആണ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു pH പേപ്പർ കിട്ടും. ആ പേപ്പറിനെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഏത് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് ആണോ pH ആണോ നോക്കണ്ടേ, അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ആ pH പേപ്പറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. ആ കളറ് ചേഞ്ച്ഡ് ആയിട്ടുള്ള pH പേപ്പർ കൊണ്ടുവന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ. അപ്പോൾ ഏത് കളറിനോട് അടുത്താണോ അത് നിൽക്കുന്നത് അത് വെച്ച് നമുക്കൊരു പെർട്ടിക്കുലർ pH വാല്യൂ കിട്ടും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, അപ്പം ഈ ഒരു കളറാണ് ആ pH പേപ്പറിലെങ്കിൽ 9 ആയിരിക്കും എന്ത് ഏകദേശം ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു pH സ്കെയിലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 0 മുതൽ 14 വരെയാണ്. അതിൽ അസിഡിക് pH എന്ന് പറയുന്നത് 0 മുതൽ 6 വരെയാണ്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ pH ഇതിൻ്റെ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമ്മൾ പറയും അതൊരു ആസിഡ് ആണ്. അത് കുറഞ്ഞു pH ഭയങ്കര ലോ ആവുകയാണെങ്കിൽ എന്താണ്, ആസിഡിക് സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്ട്രോങ് ആസിഡിൻ്റെയൊക്കെ pH ആണ് 0 ആ ഒരു ലെവലിൽ വരിക. ഓക്കെ, അതായത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ pH കൂടി പോകുകയാണെങ്കിൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, പക്ഷെ OH- കോൺസെൻട്രേഷൻ കൂടി വരും. അതായത് അതെന്താകും, ഒരു സ്ട്രോങ് ബേസ് ആകുകയാണ് ചെയ്യുന്നത്. pH കൂടുതലാണെങ്കിൽ സ്ട്രോങ് ബേസ് ആണ്, pH കുറവാണെങ്കിൽ സ്ട്രോങ് ആസിഡ് ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ആൻഡ് pH 7 ആണെങ്കിൽ എന്താണ്, ന്യൂട്രൽ ആണ്. ന്യൂട്രൽ pH ആണ് എന്ത്, 7. പ്യുവർ വാട്ടർ ഒക്കെ മോസ്റ്റ്ലി 7 ആയിരിക്കും pH വരിക. ബേസിക് ആണെങ്കിലോ, ബേസിക് ആണെങ്കിൽ 7 to 14 ആണ് pH വരുന്നത്. ഓക്കെ, 7 to 14 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ലെസ് ദ നമ്പർ ഓഫ് H+ അയോൺസ് ആയിരിക്കും അല്ലേ. ഒരു 7 to 14 ആണെങ്കിൽ മോർ ദ നമ്പർ ഓഫ് OH- അയോൺസ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് മോർ H+ അയോൺസ്, വീക്ക് ആസിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓൺലി ഫ്യൂ H+ അയോൺസ്. വൈൽ സ്ട്രോങ് ബേസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇറ്റ് പ്രൊഡ്യൂസ് മോർ OH- അയോൺസ്, വീക്ക് ബേസസ് പ്രൊഡ്യൂസ് ഫ്യൂവർ OH- അയോൺസ്. അപ്പോൾ ഹയർ ദ pH എന്തായിരിക്കും, മോർ ബേസിക് ആയിരിക്കും. ലോവർ ദ pH അതെന്തായിരിക്കും, മോർ അസിഡിക് ആയിരിക്കും. ഇതാണ് pH സ്കെയിലും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. അതിൽ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഫോർ പൊട്ടൻസ് ആണ് കേട്ടോ, പൊട്ടൻസ് അതായത് പവർ, അങ്ങനെ നമുക്ക് വേണേൽ പറയാം. H4 ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. അപ്പോൾ pH എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ്റെ ഒരു പവർ ആണ് ആക്ച്വലി. ഓക്കെ, pH എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ pH സ്കെയിലിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ അവർ എവ്രിഡേ ലൈഫ്. നമ്മുടെ എവ്രിഡേ ലൈഫിൽ pHന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു പ്ലാന്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സും എല്ലാ സോയിലിലും നന്നായിട്ട് വളരത്തില്ല അല്ലേ. കാരണം ഒരു പെർട്ടിക്കുലർ pHലുള്ള സോയിലായിരിക്കും ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് വളരെ. അപ്പോൾ സോയിലിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആസിഡ് റെയിൻ എന്താണെന്ന് അറിയാലോ അല്ലേ. മഴയുടെ pH 5.6 താഴെ പോയി കഴിഞ്ഞാൽ അത് ആസിഡിക് ആകും, ആസിഡ് റെയിൻ ആകും. അങ്ങനെ ഒരു ആസിഡ് റെയിന് നമ്മുടെ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സിലേക്കൊക്കെ പോകും, പോൺസിലേക്ക് പോകും, ലേക്സിലേക്ക് പോകും അല്ലേ. അപ്പം എന്താണ്, ഈ വാട്ടർ സോഴ്സസിൻ്റെ ഒക്കെ pH താഴെ പോകും. അങ്ങനെ pH താഴെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദ അക്വാട്ടിക് ലൈഫ് ടു സർവൈവ് ദെയർ. നമ്മുടെ ഫിഷസിനും അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലോവർ pHൽ. അപ്പോൾ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റമക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റമക്കിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻഡൈജഷൻ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എക്സസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റമക്കിൽ ഉണ്ടാകും. ആൻഡ് ഫോർ ഷുവർ ഇറ്റ് വിൽ കോസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സിറപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലുള്ള ഒരു സിറപ്പോ ടാബ്ലറ്റോ കഴിക്കും, അവിടെ ഒരു റിലീഫ് കിട്ടും. എന്തുകൊണ്ടാ ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു സിറപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്റാസിഡ് എന്ന്. ഇതിൽ ആസിഡ് എന്ന പേരുണ്ടെങ്കിലും ഇത് ആസിഡ് അല്ല, ഇതെന്താണ്, ഇതൊരു മൈൽഡ് ബേസ് ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കാം. മൈൽഡ് ബേസ് ആണ്. എക്സാമ്പിൾ ഫോർ ദിസ് മൈൽഡ് ബേസസ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. മിൽക്ക് ഓഫ്
മെഗ്നീഷ്യ, അതായത് MgOH ട്വൈസ്, MgOH ട്വൈസ് ആണ് എക്സാമ്പിൾ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നല്ലൊരു ആൻറ്റാസിഡ് ആണ്, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. അപ്പോൾ ഈ ബേസ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് പോയിട്ട് സ്റ്റമക്കിലുള്ള എക്സസ് ഓഫ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും, സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. സോൾട്ടും വാട്ടറും എന്തല്ല, അത് അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളല്ല. അങ്ങനെ നമുക്ക് ആ ഒരു പെയിൻ ആൻഡ് ഇറിറ്റേഷനിൽ നിന്ന് ഒരു റിലീഫ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റമക്കിലുള്ള ആപ്ലിക്കേഷൻ, നമ്മുടെ ബോഡിയിലുള്ളത്. ഇനി അടുത്തത് അടുത്ത ടീത്ത് ആണ്. ടീത്ത് ഡീക്കേൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫുഡ് പാർട്ടിക്കിൾസ് പ്രോപ്പർലി നമ്മൾ മൗത്തിൽ നിന്ന് എന്ത് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്ത് കളയാത്തത് കൊണ്ടാണ് അല്ലേ. അപ്പം എന്താ സംഭവിക്കുക, ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ചെന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫുഡ് പാർട്ടിക്കിൾസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഡിഗ്രഡേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡാണ് മക്കളെ ദ റീസൺ ഫോർ കൊറോഷൻ ഓഫ് അവർ ടീത്ത്. ടീത്ത് ഈസ് മെയ്ഡപ്പ് ഓഫ് വാട്ട്, ഇനാമൽ അല്ലേ. ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ആണ്, വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡിയാണ് അല്ലേ. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡിയാണ് ഇനാമൽ. പക്ഷേ ഈ ഒരു ആസിഡിന് ആ ഇനാമലിനെ കൊറോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും പല്ലിൻ്റെ ഇടയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇനി അല്ലെങ്കിൽ ദർ ഇസ് ചാൻസസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യും ട്വൈസ് എ ഡേ. ബ്രഷ് ചെയ്യുന്ന നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഈ ടൂത്ത് പേസ്റ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള ബേസ് ആണ്. ആ ബേസ് പോയിട്ട് നമ്മുടെ മൗത്തിൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്ത ആ ആസിഡ്, ഫുഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്ത ആ ആസിഡിനെ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞ് സോൾട്ടും വാട്ടറും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ പല്ലുകളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെയും ഒരു കെമിസ്ട്രി ഉണ്ടെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഫൈനലി സെൽഫ് ഡിഫെൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇപ്പോൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു തേനീച്ച കുത്തുക അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു പെയിനും ഇറിറ്റേഷനും അവിടെ ഉണ്ടാകും അല്ലേ. സ്ട്രോങ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ച ആയാലും അതുപോലെ തന്നെ ആൻഡ് ആയാലും ചില ലീവ്സ് ഉണ്ട്, നെറ്റിൽ ലീവ്സ് എന്ന് പറയുന്ന നെറ്റിൽ ലീവ്സ് ചൊറേന നമ്മൾ പറയും. ആ ലീവ്സ് ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇൻജെക്ട് ചെയ്യുന്നത് ഒരു ആസിഡാണ്, മെത്തനോയിക് ആസിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഇവർ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യും. അപ്പം സ്കിന്നിൽ ആ ആസിഡ് വന്നു കഴിയുമ്പോൾ ആ ആസിഡാണ് അവിടെ ബേണിംഗ് സെൻസേഷൻ കൊണ്ടുവരുന്നത്. ആസിഡാണ് നമുക്ക് അവിടെ പെയിൻ ആൻഡ് ഇറിറ്റേഷൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളൊരു മൈൽഡ് ബേസ് എടുത്തിട്ട് അവിടെ നന്നായിട്ട് തേക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ബേക്കിംഗ് സോഡയോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ബേസ് നമ്മൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ബേസ് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും, നമുക്ക് അവിടെ ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ അവർ എവ്രിഡേ ലൈഫ്. ഇനി അടുത്ത നമുക്ക് വരുന്ന ടോപ്പിക്, അപ്പോൾ ആസിഡ് ബേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു എന്ത്, ഒരു ആസിഡും അതുപോലെ തന്നെ ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, സോൾട്ടും വാട്ടറും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോൾട്ടും വാട്ടറും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സോൾട്ട് ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ സോൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ സോൾട്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും, സോൾട്ട് ഇപ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും കിട്ടുക. പകരം നമ്മൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഒരു അസിഡിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും കിട്ടുക. ഇനി ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സ്ട്രെങ്ത് ആരാണോ സ്ട്രോങ്, രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സോൾട്ട് കിട്ടും. പക്ഷേ ഒരാൾ സ്ട്രോങ് ഒരാൾ വീക്ക് ആകുന്ന കേസ് ആരാണോ സ്ട്രോങ് ആ നേച്ചർ ആയിരിക്കും സോൾട്ടിന് കിട്ടുക. ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ സോൾട്ട് അസിഡിക് ആയിരിക്കും, ബേസ് സ്ട്രോങ് ആണെങ്കിൽ സോൾട്ട് ബേസിക് ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ആസിഡും ബേസും, അതായത് ഇപ്പോൾ NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസും HCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സോൾട്ടാണ്
NaCl പ്ലസ് പിന്നെ എന്താണ് നമുക്ക് വാട്ടറും കിട്ടും അല്ലേ. ഈ NaCl എന്താണ് ന്യൂട്രൽ ആണ്. കാരണം NaOHും HClഉം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ബേസുമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സോൾട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സോൾട്ട് ആണ്. ഇത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കോമൺ സോൾട്ട് തന്നെയാണ് അല്ലേ NaCl എന്ന് പറയുന്നത്. ഈ NaCl യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കെമിക്കൽസ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കെമിക്കൽസിൽ ആദ്യം നമുക്ക് വരുന്ന ഒരു കെമിക്കലാണ് എന്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. വാട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് കെമിക്കൽ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം, NaOH ആണ്. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പെട്ടെന്ന് ഒന്ന് അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഈ പ്രിപ്പറേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൽ നിന്നാണല്ലോ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ വാട്ടറും എടുക്കുക, സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ നമ്മൾ എടുക്കുക, NaCl പ്ലസ് H2O. NaCl പ്ലസ് H2O എടുക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൈൻ എന്ന് പറയുന്നത്. എന്താണ് ബ്രൈൻ? അപ്പോൾ ബ്രൈൻ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള NaClഉം H2Oയും ഡിസോസിയേറ്റ് ആകും. NaCl Na പ്ലസും Cl മൈനസും ആകും, H2O H പ്ലസും OH മൈനസും ആകും. സോ നമുക്കിവിടെ ആനോഡും കാഥോഡും ഉണ്ടല്ലോ. നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളുകൾ കാഥോഡിലേക്ക് പോകും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളുകൾ ആനോഡിലേക്ക് പോകും. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ക്ലോറിൻ, ഇവിടെയുള്ള എല്ലാ ക്ലോറിനുകളും ആനോഡിലേക്ക് പോയിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള H പ്ലസ് കാഥോഡിലേക്ക് പോയിട്ട് അവിടെ H2 ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ബാക്കി ആരൊക്കെയാ ഉള്ളത്, OH മൈനസും Na പ്ലസും. ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് NaOH കിട്ടും. അവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് അവിടെ കിട്ടും. അപ്പം ഇതാണ് റിയാക്ഷൻ. അപ്പോൾ NaClഉം വാട്ടറും കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ NaOHും ക്ലോറിൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് ക്ലോർ ആൽക്കലി പ്രോസസ്. എന്താണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. സോ ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്രം സോഡിയം ക്ലോറൈഡ് ഈസ് ക്ലോർ ആൽക്കലി പ്രോസസ്. ഈ പേര് വരാനുള്ള കാരണം ഇവിടെ ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ആൽക്കലി അല്ലേ NaOH എന്ന് പറയുന്ന ആൽക്കലിയും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്നൊരു പേര് ഇവിടെ വന്നത്. അടുത്തത് ഇവിടെ നമുക്ക് കിട്ടിയ ഈ ക്ലോറിൻ ഗ്യാസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. മിസ് ഇവിടെ 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ടും കറക്റ്റ് ആണ്. അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ഇക്വേഷനും പുതിയ ടെക്സ്റ്റിൽ ഇതുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കെമിക്കൽ ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ മിക്കവാറും ഇതായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്, അതായത് CaClO ട്വൈസ്, അതാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. പിന്നെ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. യൂസസ്, ബ്ലീച്ചിങ് പൗഡർ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ കോട്ടൺ ലിനൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യും, പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. എന്തിനാ, ബ്ലീച്ചിങ് പേർപ്പസിന് വേണ്ടി അല്ലേ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ഫ്രം ജേംസ് അല്ലേ, ഡ്രിങ്കിങ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യും. അടുത്തത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. ഇതും നമ്മൾ NaClൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക. അതായത് NaClഉം വാട്ടറും പിന്നെ അതിലേക്ക് എന്ത് പാസ് ചെയ്യുക, കാർബൺ ഡയോക്സൈഡും അമോണിയയും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NaHCO3യും അമോണിയം ക്ലോറൈഡും കിട്ടും. ഇതാണ് എന്ത്, നമ്മുടെ ബേക്കിംഗ് സോഡ NaHCO3. അപ്പോൾ NaHCO3 നമ്മൾ മോസ്റ്റ്ലി എന്തിനാണ് യൂസ് ചെയ്യുക, ഫോർ മേക്കിംഗ് ക്രിസ്പി പിക്കാറാസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബ്രെഡ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യും. അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മളിപ്പോൾ ഈ കേക്ക് ബ്രെഡിലൊക്കെ ഇടുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു റിയാക്ഷനിൽ. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ സോഡിയം കാർബണേറ്റ് ഒരു ബേസ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതെന്താണ്, ഒരു ബേസ് ആണ്. ബേസിന് ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് കേക്കിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കേക്ക് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത്
അവിടെ ഈ സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും കേക്കിന് ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ആണ് എന്ത് ചെയ്യുക, കുക്കിംഗ് പേർപ്പസിന്, അതായത് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക. കാരണം ബേക്കിംഗ് പൗഡറിൽ ബേക്കിംഗ് സോഡേൻ്റെ കൂടെ ഒരു ആസിഡും കൂടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഓർഗാനിക് ആസിഡ് ആകാം, ടാർട്ടാറിക് ആസിഡ് പോലെ. അപ്പോൾ ഈ ആസിഡ് എന്ത് ചെയ്തോളും, ഒരു ആസിഡും മെറ്റൽ കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക, ആ ആസിഡ് പോയിട്ട് ഇവിടെ ഉണ്ടായ സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മെറ്റൽ കാർബണേറ്റും ആസിഡും റിയാക്ട് ചെയ്താൽ അവിടെ സോൾട്ടും അതുപോലെ തന്നെ വാട്ടറും കാർബൺ ഡയോക്സൈഡും റിലീസ് ചെയ്യും. അപ്പോൾ ഈ സോൾട്ട് ബിറ്റർ ടേസ്റ്റ് ഒന്നും നമുക്ക് കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ ഇസ് എ മിക്സ്ചർ ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് ആൻ ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ കാർബൺ ഡയോക്സൈഡ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേക്കിനൊക്കെ ആ ഒരു സോഫ്റ്റ് സ്പഞ്ചി ഫ്ലഫി ടെക്സ്ചർ കൊടുക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ബാറ്റർ ഓവനിൽ വെച്ച് കഴിയുമ്പോൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇതിനകത്ത് ട്രാപ്പ് ആകും. ആൻഡ് ഇത് ഫുൾ സെറ്റായി കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോയിട്ടുണ്ടാകും, പക്ഷെ അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ കാർബൺ ഡയോക്സൈഡ് കേക്കിൻ്റെ ഉള്ളിൽ. ആ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ സ്പഞ്ചി ഫ്ലഫി ടെക്സ്ചർ അതിന് കിട്ടുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ് അതിൻ്റെ റീസൺ എന്ന പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അതൊരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യും. നമുക്കറിയാം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണല്ലേ. ഇതിലേക്ക് ഒരു ആസിഡ്, സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. ആസിഡ് വന്നു കഴിഞ്ഞാൽ ഏതൊരു മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോൾട്ടും അതുപോലെ തന്നെ വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്റ്റിങ്ക്വിഷസ് ദ ഫയർ. അതൊരു നല്ലൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷിങ് സാധനമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്ക് വരുന്നത് വാഷിംഗ് സോഡയാണ്. നേരത്തെ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സോഡിയം കാർബണേറ്റ് കിട്ടി. ഈ സോഡിയം കാർബണേറ്റ് Na2CO3യിലേക്ക് നമ്മൾ 10 molecules ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് സോഡ കിട്ടും. Na2CO3.10H2O. വെരി സിമ്പിൾ ആണ്. അപ്പോൾ ഇവരുടെ യൂസ് എന്ന് പറയുന്നത്, ഇത് മെയിൻലി നമ്മൾ പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബുറാക്സ് പോലെയുള്ള കോമ്പൗണ്ട്സിൻ്റെ സിന്തസൈസിന് യൂസ് ചെയ്യും. പിന്നെ ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവ് ചെയ്യാനും നമ്മൾ വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാഷിംഗ് സോഡ പറഞ്ഞപ്പോൾ അതിലൊരു 10 molecules ഓഫ് വാട്ടർ കണ്ടില്ലേ, Na2CO3.10H2O. അതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ആർ ക്രിസ്റ്റൽസ് ഓഫ് സോൾട്സ് റിയലി ഡ്രൈ. ഇപ്പോൾ ഞാൻ വാഷിംഗ് സോഡ പറഞ്ഞപ്പോൾ Na2CO3.10H2O എന്നാണല്ലേ പറഞ്ഞത്. ഇതിൽ 10 molecule ഓഫ് വാട്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വാഷിംഗ് സോഡ എന്താണ്, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ റിയലി അവർ ഡ്രൈ ആണോ? അതിന് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കുക. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ്, ബ്ലൂ ആണ് അല്ലേ. ബ്ലൂ കളറിലുള്ള കോപ്പർ സൾഫേറ്റ് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോയിലിംഗ് ട്യൂബിന്റെ വാൾസിൽ നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഡ്രൈ ആയിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് എവിടെ നിന്നാണ് ഈ വാട്ടർ വന്നത്? ശരിക്കും കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിന്റെ ഉള്ളില് വാട്ടർ മോളിക്യൂൾസ് ട്രാപ്പായിട്ട് ഇരിപ്പുണ്ട്. അവർ ട്രാപ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഈ ട്രാപ്ഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് ഇവിടെ വേപ്പർ ആയിട്ട് വന്നത്. അതായത് 5 molecules ഓഫ് വാട്ടർ ആണ് ഒരു കോപ്പർ സൾഫേറ്റിലുള്ളത്. ആ നമ്പർ മാറില്ല. ഇതിനെയാണ് നമ്മൾ പറയുക എന്ത്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം എന്താണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ബൗണ്ട് ടു എ ക്രിസ്റ്റൽ, 1 formula unit ഓഫ് എ ക്രിസ്റ്റൽ. അതായത് കോപ്പർ സൾഫേറ്റിൽ 5 molecules ഓഫ് H2O ആയിരിക്കും. ഇനി ബേക്കിംഗ് വാഷിംഗ് സോഡ ആണെങ്കിൽ അതിൽ 10 molecules ഓഫ് H2O ആയിരിക്കും. ഇനി അയൺ സൾഫേറ്റ് ആണെങ്കിലോ അതിൽ 7 molecules ഓഫ് H2O ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ക്രിസ്റ്റൽസ് റിയലി ഡ്രൈ അല്ല, അവർ വെറ്റാണ്. അതിൽ 10 molecules ഓഫ് വാട്ടർ ഉണ്ട്. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും. ബിക്കോസ് ദീസ് വാട്ടർ മോളിക്യൂൾസ് ആർ trapped inside the crystal lattice. ട്രാപ്പ് ചെയ്ത് ഇരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം ഇസ് കാൽഷ്യം സൾഫേറ്റ്
2H2O ആണ് ജിപ്സം. ജിപ്സത്തിനെ നമ്മളൊരു 373 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2H2Oയിൽ നിന്ന് 1.5 H2O റിമൂവ് ആകും. ബാക്കി ഹാഫ് H2O ഉണ്ടാകുള്ളൂ. ഇതിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ ബോൺ ഫ്രാക്ചർ ഒക്കെ വന്നു കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പോവാന്ന് പറയുമല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരിസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരിസിന്റെ കെമിക്കൽ ഫോർമുല CaSO4.12H2O ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഈ കാൽഷ്യം സൾഫേറ്റ് .12H2O എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരാളല്ല, അത് അത്ര സോളിഡ് ആയിട്ടുള്ള ആളല്ല. ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ. ഇതെന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്താണ്? വൈറ്റ് പൗഡർ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇസ് എ വൈറ്റ് പൗഡർ. ഇതൊരു വൈറ്റ് പൗഡർ ആണ്. പക്ഷേ ഇതിലേക്ക് നമ്മൾ ഹാഫ് മോളിക്യൂൾ ഓഫ് വാട്ടർ ആഡ് ചെയ്യുക. പ്ലാസ്റ്റർ ഓഫ് പാരിസ് എടുക്കുന്നു, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സോളിഡ് ആകും. അപ്പോഴാണ് അത് സോളിഡ് മാസ് ആകുക. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്? ജിപ്സം. അതാണ് എന്ത്? ജിപ്സം എന്ന് പറയുന്നത്. ഇതെന്താകും? ഒരു സോളിഡ് മാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ജിപ്സം. അപ്പോൾ ജിപ്സം ആണ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് യൂസ് ചെയ്ത് നമ്മൾ ജിപ്സം ആണ് ഉണ്ടാക്കുന്നത്. ജിപ്സം യൂസ് ചെയ്ത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉണ്ടാക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിലായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ ഫ്രാക്ചർ ഉള്ളത്, ക്രാക്സ് ഒക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ പ്ലാസ്റ്റർ ഓഫ് പാരിസ് കുറച്ച് എടുക്കുക, അതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക, എന്നിട്ട് അവിടെ മിക്സ് ചെയ്ത് വെക്കുക. സിമെൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ CaSO4.12H2Oയിലേക്ക് ഒരു ഹാഫ് H2Oയും കൂടെ ആഡ് ആകും. അങ്ങനെ CaSO4.2H2O അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുക എന്ത്? ജിപ്സം എന്ന്. ഓക്കെ, 2H2Oയും കൂടെ ആഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് പറയും? ജിപ്സം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ് കേട്ടോ ആ 2H2O എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. നമ്മൾ വളരെ കുറച്ച് ടൈമിനുള്ളിൽ ഈ കംപ്ലീറ്റ് ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റ്സും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക, സോൾട്സിൻ്റെ പോർഷൻ നന്നായിട്ട് നോക്കുക. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. കെമിക്കൽസ് ഫ്രം കോമൺ സോൾട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.